ഇന്ന് ഗുരുവായൂരപ്പന് വളരെ പ്രധാനമായ ഒരു ദിവസമാണ്. സന്ധ്യയ്ക്ക് പതിവ് പൂജകളെല്ലാം അല്പം നേരത്തെ ആക്കി ഭക്തജനങ്ങൾക്കായി നട വേഗം അടച്ചു. അമ്പലത്തിനുള്ളിൽ ഒരു വിചിത്രമായ നിശബ്ദത. കണ്ണൻ്റെ മനസ്സും മേൽശാന്തിയുടെ മനസ്സും ഒരേപോലെ ഒരു നേർത്ത വേദനയിൽ നിൽക്കുന്നു. 6 മാസം ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ചും തുടപ്പിച്ചും ഊട്ടിയും ഉറക്കിയും ഓരോ ദിവസവും സ്വന്തം ഹൃദയം കൊണ്ട് താലോലിച്ചും പൂജിച്ച് മേൽശാന്തിയുടെ സേവനം ഇന്നത്തോടെ അവസാനിക്കുന്നു. ഇതൊരവസാനമല്ല, ഒരു യാത്രയാണ്. കണ്ണനെ വിട്ടുമാറുന്ന കാലടികൾക്ക് ഭാരം തോന്നുന്നൊരു യാത്ര. മറുവശത്ത് മുജ്ജന്മ പുണ്യമായി ഈ ഭാഗ്യം ലഭിച്ച പുതിയ മേൽശാന്തി. ഇനി കണ്ണനെ സേവിക്കാം, ഉണ്ണിക്കണ്ണനെ താലോലിക്കാം എന്ന അനുരാഗത്തോടും ഭക്തിയോടും കൂടി കാത്തു നിൽക്കുന്നു. ഇരുവശത്തും ഒരു ഹൃദയം വിട പറയുമ്പോൾ മറ്റൊരു ഹൃദയം പ്രണയത്തോടെ കാത്തു നിൽക്കുന്നു. അവിടെ നടവാതിക്കൽ ഉണ്ണിക്കണ്ണൻ ചെറുതായി ഒന്ന് തല ചായ്ച്ചു നിൽക്കുന്നു. പോയി നിൽക്കുന്ന മേൽശാന്തിയോട് ഒരു നിശബ്ദമായ ചോദ്യം. ഇത്രയും നാൾ എന്നെ താലോലിച്ച കൈകൾ ഇനി എവിടെ പോകുന്നു? പിന്നെ പതുക്കെ തിരിഞ്ഞ് പുതിയ മേൽശാന്തിയിലേക്ക് ഒരു മൃദു പുഞ്ചിരി. ഇനി നമ്മളാണോ എന്നെ ഉണർത്താനും ഉറക്കാനും സ്നേഹിക്കാനും ഒക്കെ? ആ നിമിഷം കണ്ണൻ്റെ കണ്ണുകൾ ചെറിയൊരു നനവ്. പക്ഷേ അതിനുള്ളിൽ തന്നെ ഒരാശ്വാസവും. കാരണം അവനറിയാം, തന്നെ സ്നേഹിച്ച കൈകൾ ഒരിക്കലും അകന്നു പോകില്ല. അവ മാറുന്നത് രൂപം മാത്രമാണ്. സ്നേഹം അതേപടി തുടരുന്നു. കണ്ണൻ്റെ ലോകത്ത് വിട പറയലില്ല, സ്നേഹത്തിൻ്റെ കൈമാറ്റം മാത്രമേ ഉള്ളൂ. കൃഷ്ണ, പൊന്നു ഗുരുവായൂരപ്പ, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണേ കണ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.